വെള്ളാപ്പള്ളി വീണ്ടും വിദ്വേഷ പ്രയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത് ശരിക്കും ഇടതുപക്ഷത്തിന് ഒരു പണിയാകില്ലേ? ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നാവ് തന്നെയാണ്. ആ നാവ് അടക്കിയിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളി പറയാനെങ്കിലും CPI നേതൃത്വവും മുഖ്യമന്ത്രിയും തയ്യാറാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ UDF ഇന്ധനം നൽകുന്നതിന് തുല്യമായിട്ടാണ് അത് മാറുക. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ലഭിക്കുന്ന വലിയൊരു പിന്തുണ വെള്ളാപ്പള്ളിയുടെ വിരോധത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെയും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ പ്രതിനിധീകരിക്കുന്ന ഈഴവ വിഭാഗത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട നിലയിലാണ് വെള്ളാപ്പള്ളി ഉള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മുൻപ് മറ്റൊരു SNDP യോഗം ജനറൽ സെക്രട്ടറിക്കും ഈ ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ മുസ്ലിം ലീഗിനും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ കടുത്ത വിദ്വേഷമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിട്ടുള്ളത്. SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിന്റെ പുതിയ ലക്കത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് മാനേജിംഗ് എഡിറ്റർ കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിട്ടുള്ളത്. കടന്നു കയറാവുന്ന എല്ലാ മേഖലകളിലും എത്തപ്പെട്ടു കഴിഞ്ഞ മുസ്ലിം ലീഗ് കിട്ടിയതൊന്നും പോരെന്ന നിലപാടിൽ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം ന്യൂനപക്ഷമാകാൻ ഇനി അധിക നാളുകളില്ലെന്നും ന്യൂനപക്ഷമായിരിക്കെ എല്ലാം തട്ടിപ്പറിച്ചവർ ഭൂരിപക്ഷമാകുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. അതിന്റെ സൂചനകളാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസംഗങ്ങൾ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അധികാര പങ്കാളിത്തം ഔദാര്യമല്ല എന്ന തലക്കെട്ടിലാണ് SNDP ജനറൽ സെക്രട്ടറി കടുത്ത സാമുദായിക വിദ്വേഷം പടർത്തുന്ന ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ലീഗിനെതിരാണെന്നാണ് തോന്നുകയെങ്കിലും ഈ ലേഖനം മുസ്ലിം ഗ്രൂപ്പുകളിൽ വ്യാപകമായാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ലീഗിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നിലവിലുള്ളത്. ഇത് തന്നെയാണ് ഇടതുപക്ഷവും ഭയപ്പെടേണ്ടത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതം പറഞ്ഞു തന്നെ സംഘടിച്ച് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ കയറി കൂടിയവരാണെന്ന ഗുരുതര ആരോപണമാണ് മുസ്ലിം സംഘടനകളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ അവരുടെ സ്വന്തം പാർട്ടികൾ ഉണ്ടാക്കി MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും സൃഷ്ടിച്ച് അധികാര കസേരകളിൽ അടയിരിക്കുന്നു എന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ക്രൈസ്തവ വിഭാഗങ്ങളിലും എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം സംസ്ഥാനത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്, പ്രത്യേകിച്ച് ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് നഷ്ടക്കച്ചവടമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വരുന്നത്. SNDP യോഗത്തിനും SN ട്രസ്റ്റിനും കീഴിലുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് പോലും സ്വന്തം സമുദായ അംഗങ്ങളിൽ നിന്നും വൻ തുക കോഴ വാങ്ങുന്ന വെള്ളാപ്പള്ളിയുടെ ഇത്തരം വാദങ്ങൾ രാഷ്ട്രീയ കേരളം ശരിക്കും പുച്ഛിച്ചു തള്ളുകയാണ് വേണ്ടത്.